മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം പിളർപ്പിലേക്കെന്ന സൂചന. ഉദ്ധവിനൊപ്പമുള്ള 9 എംപിമാരിൽ 6 എംപിമാരും ഔദ്യോഗിക ശിവസേന വിഭാഗമായ ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേരാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. ഇതോടെ മഹാരാഷ്ട്രയിലെ NDA സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം വീണ്ടും പിളരുകയാണ്. അവിടെ ഉണ്ടായിരുന്ന 9 എംപിമാരിൽ 6 എംപിമാരും ഷിൻഡെ വിഭാഗത്തിലേക്ക് നീങ്ങുന്നുവെന്നുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ് സൂചിപ്പിച്ച തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയം വീണ്ടും വലിയൊരു ചലനങ്ങൾക്കുള്ള സാധ്യതയാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയുടെ 9 എംപിമാരിൽ 6 പേരും ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിലേക്ക്, അതായത് യഥാർത്ഥ ശിവസേന വിഭാഗത്തിലേക്ക് ചേക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ 2 പേര് മാത്രമാണ് നിലവിൽ ഉദ്ധവ് താക്കറയ്ക്കൊപ്പം നിൽക്കുന്നത്. ആ 2 പേരെന്ന് പറയുന്നത് അരവിന്ദ് സാവന്തും അതോടൊപ്പം തന്നെ അരവിന്ദ് ദേശായിയുമാണ് ഇപ്പോഴും പരസ്യ പ്രതികരണം നടത്തിയത്. പ്രത്യേകിച്ച് തങ്ങൾ ഉദ്ധവ് താക്കറയ്ക്കൊപ്പം എന്നൊരു പരസ്യ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ബാക്കി 6 പേര്, അതായത് ബാക്കിയുള്ള 7 പേരിൽ 6 പേരും ഇദ്ദേഹത്തോടൊപ്പം, അതായത് ഷിൻഡെയ്ക്കൊപ്പം, ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം നിൽക്കാമെന്ന ഒരു അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ നിഷ്പക്ഷ നിൽക്കുന്ന, വിമതനായി നിൽക്കുന്ന ഒരാളും കൂടി ഈ വർഷത്തേക്ക് വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധിയിലാണ് നാളെ ഉദ്ധവ് താക്കറെ എല്ലാ എംപിമാരെയും ചേർത്ത് ഒരു യോഗം അദ്ദേഹത്തിന്റെ വസതി തന്നെ വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ എത്ര പേര് പങ്കാളിയാകും എന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 പേർ മാത്രമായിരിക്കാം ഈ നാളെ നടക്കുന്ന ആ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടാവുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വിനോദ്, അപ്പോൾ ദിലീപ്, ഒരു കാര്യം കൂടി, ഈ ഭൂരിപക്ഷം എംപിമാരും ഔദ്യോഗിക ഷിൻഡെ വിഭാഗത്തിലേക്ക് നീങ്ങുമ്പോൾ നിലവിലുള്ള മഹാരാഷ്ട്ര സർക്കാരിൽ ഒപ്പമുള്ള BJPക്കൊപ്പമുള്ള ശിവസേനയ്ക്ക്, ഔദ്യോഗിക ശിവസേനയ്ക്ക് കരുത്തുകൂടും, ഉദ്ധവ് താക്കറെയുടെ ശിവസേന ദുർബലമാകും. അങ്ങനെ തന്നെയല്ലേ ദിലീപ്? വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഈ 9 എംപിമാരാണ് നിലവിൽ ഉദ്ധവ് താക്കറയ്ക്കുള്ളത്. ഷിൻഡെ വിഭാഗത്തിനുള്ളത് 7 എംപിമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭയിലേക്ക് ഈ കേന്ദ്ര സർക്കാരിന് വളരെയധികം സഹായകമാകും. പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷത്തിന് ഇതൊരു വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിനോദ് സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക ശിവസേന വിഭാഗത്തിന് കുറച്ചും കൂടി കരുത്ത് ഏകുന്നതാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 9 പേരിൽ 7 പേരും ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഈ കൂറുമാറ്റ നിയമപ്രകാരം ഒരിക്കലും ഇതിനെ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെയാണ് ഇവർ ഈ വിഭാഗത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ ശിവസേനയ്ക്ക് വളരെയധികം ശക്തി പകരുന്നതാണ് ഈ ഒരു മാറ്റം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വിനോദ്, വ്യക്തമാണ്.